സത്യം പറയാലോ, ഈ നേരം വരെ ഞാൻ കരച്ചിലായിരുന്നു. അമ്മാതിരി ചാടിക്കലല്ലേ മോളെന്നെ ചാടിച്ചത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ശരിക്കും ഒന്നായെന്ന്. എന്റെ പട്ടി ഒന്നാവും. ലോകത്ത് ആരോട് ഒന്നിച്ചാലും ഞാൻ അവളോട് ഒന്നിക്കൊന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നി. ആ തോന്നല് ഇപ്പം മാറിയില്ലേ? മാറി. എന്നാലും അവളുമാരുടെ മുന്നിൽ വെച്ച് മോൾ എന്നോട് ഇത്രയും ക്രൂരത കാണിക്കണ്ടായിരുന്നു. അതൊക്കെ ചേച്ചി അങ്ങ് മറന്നേക്ക്. ഞാനിങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം ചേച്ചി തന്നെയാണ്. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാ? സ്വന്തമായി എന്തെങ്കിലും ഒരു ബുദ്ധി ചെയ്ത് കാണിക്കാൻ ചേച്ചിയല്ലേ എന്നെ വെല്ലുവിളിച്ചത്? ഓ അതോ, അതിനുള്ള പണിയായിരുന്നോ ഇത്? പിന്നെ എനിക്കിട്ട് കെണി വെച്ചാ അത് ഞാൻ പൊളിച്ച് കാണിക്കണ്ടേ? എന്നാ പിന്നെ എന്നോടും കൂടി ഒന്ന് പറയായിരുന്നില്ലേ? അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെയാ ചെയ്ത് കാണിക്കുന്നത്? അതൊക്കെ പോട്ടെ, എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിയൊക്കെ ആവാരം തന്നെ. പക്ഷെ മോളിതെങ്ങനെ സാധിച്ചു? അവരെ കെണി വെച്ച കാര്യം മോൾ എങ്ങനെ അറിഞ്ഞു? നമ്മുടെ സ്ഥിരം പരിപാടി ഒളിഞ്ഞു നോട്ടം. എങ്കിലും എന്റെ ഭയങ്കര ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഓ എന്തൊരു പ്രകടനമായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, ലോകത്തുള്ള എല്ലാ ഉടായ്പ പറയുന്ന ഞാൻ തന്നെ വിശ്വസിച്ചു പോയി. പിന്നെ അവരെന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? എലിക്കണി വെച്ചാ ഞാനങ്ങ് പോയി വീഴുവന്നോ? ഇപ്പം മുത്തശ്ശിക്കും കൊച്ചു വരുമോനും ആകെ കൺഫ്യൂഷൻ ആയി കാണും എന്നോട് അവരുടെ കളി. എന്നാലും മോളെ, അഭിനയമാണെങ്കിലും ഇങ്ങനെ മനുഷ്യരെ പേടിപ്പിക്കരുത് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഉരുകി പകുതിയാണ്. സാരില്ല ചേച്ചി, ഞാനല്ലേ. വാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ല മുത്തശ്ശി, എന്റെ ഭാര്യ ഒരിക്കലും നന്നാവൂലെന്ന്. തന്റെ വിധി അല്ലാതെന്താ? ഒരു വല്ലാത്ത വിധിയായി പോയല്ലോ.